തീലുരുക്കി തൃത്തകിടാക്കി ചേലത്തൊരു മാല തീർക്കാൻ ഏത് പൊന്നന്റെ തട്ടാരേ. 2026 ഒരു റൊമാൻറ്റിക് കോമഡി സിനിമ റിലീസായാൽ പോലും ഫോളോ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടെംപ്ലേറ്റ് ഉണ്ട്. സിംഗിളായിട്ടുള്ള നായകൻ. ഈ സിംഗിൾ നായകൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന സുന്ദരിയായ നായിക, നായകന് വളരെയധികം സപ്പോർട്ടായി കൂടെ നിൽക്കുന്ന കൂട്ടുകാർ, വില്ലന്മാരായി നായികയുടെ വീട്ടുകാർ. ഇതൊക്കെ ഒരു സഹോദര സ്നേഹമാണെന്ന് കരുതിയാ മതി. ഒടുവിലൊരു ഘട്ടത്തിൽ നായികയാൽ തേക്കപ്പെടുന്ന നായകൻ. എനിക്കിവിടെ ആരും ഒന്നും ദാനം തന്നിട്ടില്ല, ആ പേരും പറഞ്ഞ ആരും ഇങ്ങോട്ട് വരും വേണ്ട. പ്രേമം പൊട്ടിയതിൽ പിന്നെ റിബലായി മാറുന്ന നായകൻ. അങ്ങനെയുള്ള നായകന്റെ ലൈഫിലേക്ക് കടന്നു വരുന്ന യഥാർത്ഥ നായിക. ഇതെന്താ ഒരുക്കുന്നത്? എന്റെ മനസ്സ്. പക്ഷേ പണ്ടൊരു ദുരനുഭവം ഉണ്ടായതിന്റെ പേരിൽ പ്രേമമേ വെറുത്തു പോകുന്ന നായകൻ. മറക്കണം, മറന്നേ പറ്റൂ. ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല. പ്രേക്ഷകർക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ നൽകിക്കൊണ്ട് ആ ട്വിസ്റ്റ്. ഇപ്പോഴെങ്ങനെ തട്ടാൻ തട്ടിയോ? ഞാൻ ജനിച്ചത് ഒറ്റ തന്തക്ക. സർപ്രൈസിംഗ് ആയ ചില ക്യാമിയോ എൻട്രീസ്. ഒടുവിൽ മൈൻഡൊക്കെ ക്ലിയർ ആക്കി ഫ്രീ ആയ നായകന്റെ ജീവിതത്തിലേക്ക് പൂർണ്ണമായും കടന്നു വരുന്ന നമ്മുടെ നായിക. ഈ ഒരു ടെംപ്ലേറ്റ് ഏകദേശം 40 വർഷങ്ങൾക്ക് മുൻപേ ശ്രീ സത്യൻ അന്തിക്കാടും റൈറ്ററായ രഘുനാഥ് പലേരിയും പിന്നെ നമ്മുടെ ലെജൻഡ് ശ്രീനിവാസനും ഒക്കെ നമുക്ക് കാഴ്ചവെച്ചതാണ്. ഏകദേശം 40 വർഷം കഴിഞ്ഞിട്ടും ഈ ഒരു ടെംപ്ലേറ്റിനോ ഈ ഒരു അവസ്ഥയ്ക്കോ യാതൊരു മാറ്റവുമില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. 40 വർഷം മുന്നേ അവർ അന്ന് പറഞ്ഞു വെച്ചത് ഇന്നും വളരെയധികം വാലിഡാണ്. ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും ഭംഗിയോ കയ്യിലെ ക്യാഷോ ഒന്നും നോക്കിയാവരുത് ആ തിരഞ്ഞെടുപ്പ്. നമുക്ക് എന്തുമാത്രം ഇമോഷണൽ സപ്പോർട്ട് അവർക്ക് നൽകാൻ കഴിയും എന്നുള്ളതായിരിക്കണം ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ളതിൻ്റെ ആധാരം. നായകൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു ഇമോഷണൽ സപ്പോർട്ട് നൽകാൻ കഴിയുന്ന ആ ഒരു പാർട്ട്ണറാണ്. ഇതാണ് സ്വർണം, ഒരു പണത്തൂക്കം ചെമ്പില്ലാത്ത തനിത്തങ്കം.